വിചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇന്നലെ വന്നതാണ്, നമ്മൾ ഇന്നാണ് ചർച്ച ചെയ്യുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, അമേരിക്ക ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തും, ഈ യുദ്ധം തീരാൻ പോകുന്നില്ല, ഈ യുദ്ധം അതിന്റെ പാട്ടിന് പോകും. ഇന്നലെ തന്നെ ഈ യുക്രൈന്റെ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും വലിയൊരു ആക്രമണം റഷ്യ ഇന്നലെ അവിടെ നടത്തിയിട്ടുണ്ട്. റഷ്യ ആക്രമിച്ച് മുന്നേറുകയാണ്. അമേരിക്ക ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നീക്കുന്നുണ്ടെങ്കിലും റഷ്യ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. യുക്രൈൻ ഈ യുദ്ധം എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധം തീർന്നില്ലെങ്കിൽ പണി കിട്ടുന്നത് ഇന്ത്യക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ താരിഫാണെങ്കിൽ നാളെ ഉപരോധം മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ആ വാർത്തകൾ പുറത്തു വരുന്നു, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ വ്ളാഡിവസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കോറിഡോർ നമ്മൾ തുറക്കാൻ പോവുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മൾ ഇന്ന് ചെയ്തിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരു കിഡിലൻ റിപ്പോർട്ടാണ്. കിഡിലൻ എന്ന് പറഞ്ഞാൽ ഒരു കിണ്ണം കാച്ചിയ റിപ്പോർട്ടാണ്. 50% താരിഫ് ഏർപ്പെടുത്തുമ്പോൾ, അതായത് അമേരിക്ക ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യ അതിന് പ്രതിവിധി കണ്ടിരിക്കുന്നു. റഷ്യയും ചൈനയും നെഞ്ചും വിരിച്ച് ഇന്ത്യയുടെ മുന്നിൽ കയറി നിൽപ്പുണ്ട്. ആ പ്രതിവിധി എന്ന് പറയുന്നത് യുറേഷ്യൻ ബ്ലോക്കാണ്. യുറേഷ്യൻ ബ്ലോക്ക്. ചില പ്രേക്ഷകരിലൊന്നും ചിലപ്പോൾ ഇത് കേൾക്കാനായിട്ട് സാധ്യതയില്ല. ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ അറിവുള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ കേട്ടിരിക്കാനും മതി. അയ്യോ യുറേഷ്യൻ ബ്ലോക്ക്, അതൊക്കെ നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് എന്നൊക്കെ അവർ ചിലപ്പോൾ കമന്റ് ചെയ്തേക്കാം. എന്തായാലും ഇത് അറിയാത്തവർക്ക്, എനിക്കറിയാം പ്രേക്ഷകർക്ക് ഇത് അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഈ സംഭവം ഇന്ത്യയുടെ പഴയ സുഹൃത്തായിട്ടുള്ള റഷ്യ ഒരു കവചമായി ഇന്ത്യക്ക് മേൽ വർത്തിക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ത്യയും റഷ്യയും നയിക്കുന്ന യുറേഷ്യ ബ്ലോക്ക്, EAEU, അതായത് യുറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവര് തമ്മിൽ ഒരു വ്യാപാര കരാർ, അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യാപാര കരാറിനായിട്ടുള്ള ചർച്ചകളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ നെഞ്ചിൽ ഒരു ആണിയാണ് എന്നുള്ള കാര്യം തർക്കമില്ല. അതായത് റഷ്യ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് വരുന്നോ, ആ വരുന്ന കൂട്ടത്തിൽ റഷ്യയെ ഇന്ത്യ ശക്തമായി ബാക്ക് ചെയ്യുന്നു എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഗോർബച്ചേവിന്റെ കാലത്തോടുകൂടി സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമായി. ഇപ്പൊ റഷ്യ മാത്രമാണ് അതേ പഴയ പ്രതാപത്തിലേക്ക് റഷ്യ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. സ്വതന്ത്ര വ്യാപാര കരാറാണ് ഈ EAEUമായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത്. മോസ്കോയിൽ ടേംസ് ഓഫ് റെഫറൻസ് ജയശങ്കർ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇന്ത്യയും US തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഈ നീക്കം നടത്തുന്നത് US എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ പുതിയ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് യുറേഷ്യൻ ബ്ലോക്കിനകത്തുള്ള രാജ്യങ്ങൾ അർമേനിയ, ബെലാറസ്, കസാഖിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക്, റഷ്യൻ ഫെഡറേഷൻ, അങ്ങനെയുള്ള ഒരുപിടി രാജ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. പോരാത്തതിന് നമ്മൾ യൂറോപ്യൻ യൂണിയനുമായും സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യാപാര, സത്യം പറഞ്ഞാൽ അവർക്ക് ലോട്ടറി അടിച്ചതുപോലെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അവരുടെ അടുത്തേക്ക് വന്നിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ നമുക്ക് തരാമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ട്രംപുമായിട്ട് യൂറോപ്പിലെ പല നേതാക്കളും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് ഈ യുക്രൈൻ വിഷയത്തിൽ. ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുക്രൈനോട് നിരുപാധികം കീഴടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. യുക്രൈൻ പറഞ്ഞു നടക്കില്ല, നമ്മുടെ രാജ്യത്തിന് അഭിമാനമൊക്കെ ഉണ്ടല്ലോ, നിങ്ങളാണ് നമ്മളെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്. ഇപ്പൊ ഡൊണടെക്സും മറ്റേ സ്ഥലവും ക്രെംലിനും എല്ലാം റഷ്യക്ക് കൊടുത്തിട്ട് നിരുപാധികം കീഴടങ്ങാൻ പറഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും? യൂറോപ്യൻ രാജ്യങ്ങളും വന്ന് പറഞ്ഞു ഇത് നടക്കുന്ന കേസല്ല, ഇതൊക്കെ നാറ്റോയ്ക്ക് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന തലവേദന കേസാണ് എന്നൊക്കെ ട്രംപിനോട് പറഞ്ഞു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടും അതിലും വലുതായിട്ട് ഒരു യുറേഷ്യൻ ബ്ലോക്കുമായിട്ടും ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്. പുതിയ ബിസിനസ് അവസരങ്ങൾ തുറക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് റഷ്യയിൽ നിന്നുള്ള, നമ്മൾ ഇന്നലെ ബിചേട്ടൻ പറഞ്ഞ സംഭവം തന്നെയാണ്, വലിയ, നമുക്കറിയാം ഈ റഷ്യയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണാൻ പാടില്ല. കാരണം ഈ റഷ്യയിൽ നിന്ന് വരുന്ന ടെക്നോളജി പോലും അമേരിക്കയോ ചൈനയോ പോലും വെല്ലുന്ന ടെക്നോളജിയാണ്. അവർക്ക് പിന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് റിമാർക്ക് ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരും അതിനെ വില കുറച്ച് കാണുന്നത്. ഉദാഹരണത്തിന് ടെലഗ്രാം. ടെലഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഇന്ന് ലോകത്ത് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ അവരെ പല ആപ്പുകളും, അവരുടെ ആയുധ ശേഖരം, അവരുടെ ടെക്നോളജി, ബഹിരാകാശത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അമേരിക്കയെ പോലും വെല്ലുന്ന ടെക്നോളജിയാണ് റഷ്യക്കുള്ളത്. ഈ ഭൂമി ഉണ്ടല്ലോ, ഭൂമി 1900-ങ്ങളിൽ ഭൂമി ഒരു വശത്ത് നിന്നും കുഴിച്ച് മറുവശത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കിയ ഒരേ രാജ്യം റഷ്യയാണ്. 12 കിലോമീറ്റർ ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചു വരും എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് തുരന്ന്, നമ്മൾ ഈ സിനിമയിലൊക്കെ കോമഡിക്ക് പറയില്ലേ, ഇത് അമേരിക്ക ഇത് ഇന്ത്യ, അപ്പൊ ഇന്ത്യ എന്ന് തുരന്ന് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കയിൽ എത്തില്ലെന്ന് ചോദിക്കില്ല. അതുപോലെ റഷ്യ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അമേരിക്ക ആ പരീക്ഷണം നടത്താനായിട്ട് ശ്രമിച്ചു. 500-600 മീറ്റർ കുഴിച്ചപ്പം പിന്നെ പണമില്ല കുഴിക്കാനായിട്ട്. റഷ്യ 12 കിലോമീറ്റർ ആണ് കുഴിച്ചത്. അങ്ങനെ കുഴിച്ചപ്പോഴേക്കും ഇവരുടെ ആ ഡ്രില്ലിംഗ് മെഷീൻ ചൂട് കൊണ്ട് ഉരുവിപ്പോയി. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കുടിക്കാൻ പറ്റില്ല.
ക്രയോജനിക് എഞ്ചിൻ, അങ്ങനെ എന്തൊക്കെ സംഭവം. അപ്പം ഈ അവസരങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് വരാൻ പോവാണ്. അവര് പറയുന്നു നിങ്ങളുടെ ബിസിനസ്മാൻമാരെല്ലാം ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ സംരംഭം തുടങ്ങുന്നു. റഷ്യയോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ബിസിനസ് അവസരങ്ങൾ, പുതിയ വിപണികൾ എല്ലാം തുറക്കാൻ പോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ, നമ്മൾ ഇതുവരെ അത് പറയുമ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പറയുമ്പോൾ ഒരു പുതിയ ലോകക്രമം തുറക്കുകയാണെന്ന് നമുക്ക് നമുക്ക് എന്താണ് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എന്താണ് ഈ യുറേഷ്യൻ ബ്ലോക്കിന്റെ നിലവിൽ ലോകത്തുള്ള ഒരു പ്രാധാന്യം എന്താണത്? എന്താണ് യുറേഷ്യൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനം? അതായത് പഴയ നമ്മുടെ USSR 1990കളിൽ ഈ പഴയ നമ്മുടെ USSR എന്ന് പറയുന്ന റഷ്യ എല്ലാവർക്കും സുപരിചിതമാണ്. അത് അത്ര പഴക്കമുള്ളതൊന്നും അല്ലാതെ അത് പല കഷ്ണങ്ങളായിട്ട് വിഭജിച്ചു പോയി. അത് അവരുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, ഇഷ്ടമുള്ളപ്പോൾ പിരിഞ്ഞു പോകാനും ഇഷ്ടമുള്ളപ്പോൾ റീജോയിൻ ചെയ്യാനും കഴിയുന്ന ഒരു ഭരണഘടനയാണ്. അതിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞുപോയി. ഒടുവിൽ റഷ്യ തനിച്ചായി. അതൊരു വലിയ ഭൂപ്രദേശമാണ്. അതിൽ നിന്ന് പോയ ഭാഗങ്ങളാണ് ഈ പറയുന്ന ബലാറസ് ആയാലും അർമേനിയ ആയാലും ഈ പറയുന്ന കിർഗിസ്ഥാൻ ആയാലും താജിസ്ഥാന്, അങ്ങനെ അനവധി രാജ്യങ്ങൾ അതിൽ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ നിലപാടുകളാണ് പലപ്പോഴും. 1990കളിൽ തന്നെ ആയിരുന്നു ഈ അർമേനിയ രൂപപ്പെട്ടത്. അന്ന് തന്നെ അമേരിക്ക അർമേനിയയുമായിട്ട് നല്ല ടേംസിലേക്ക് പോയി. പിന്നീട് അമേരിക്കയെ തള്ളിക്കൊണ്ട് റഷ്യൻ ആയുധങ്ങളാണ് അർമേനിയക്കാർ കൂടുതലായിട്ട് ഇത് വാങ്ങിയത്. ഒടുവിൽ ഇപ്പോ ഇന്ത്യൻ ആയുധങ്ങളാണ് അവർ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അസർബൈജാനെയും അർമേനിയയും കൂടെ ഒക്കെ ട്രംപ് പോയി കണ്ടു വലിയൊരു വ്യാപാരമൊക്കെ അവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് അവർ തമ്മിലൊരു സമാധാന കരാറിലെത്തിച്ച് അവരെ കൊണ്ട് നോബൽ പ്രൈസിന്റെ നോമിനേഷൻ നൽകിയായിരുന്നു ട്രംപ്. അങ്ങനെ ഒരു പണി ഇപ്പൊ ഈ അടുത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബെലാറസിലേക്ക് വന്നാൽ തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന ഞാൻ അർമേനിയുടെ കാര്യമല്ല പറഞ്ഞത്, ബെലാറസിന്റെ കാര്യം പറഞ്ഞു. 1990കളിലാണ് ബെലാറസ് ഈ അമേരിക്ക അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ ബെലാറസുമായിട്ട് തുടക്കം മുതലേ തന്നെ അമേരിക്ക ഉടക്കാം. ഇവർ ആദ്യം ഒന്ന് രമ്യതയിൽ പോയിരുന്നെങ്കിൽ പിന്നെ മുതൽ ഉടക്കാം. കാരണം ഈ ബെലാറസിന് എപ്പോഴും ഈ പറയുന്ന റഷ്യയോട് വലിയ താല്പര്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള, കാരണം കമ്മ്യൂണിസം റഷ്യയിൽ പോയിട്ട് 40-45 കൊല്ലം കഴിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരു ഭരണകൂടമാണ് ഈ ബെലാറസിൽ ഉള്ളത്. ഇനി കസാക്കിസ്ഥാനിലേക്ക് വരുമ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളിവിടെ ചർച്ച ചെയ്തതാണത്. ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് പുടിൻ ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. വലിയ ഉപരോധമൊക്കെ പ്രഖ്യാപിച്ചാൽ ഞാൻ ഇതുവഴി പോകുന്ന കസാക്കിസ്ഥാൻ വഴി കടന്നു പോകുന്ന എണ്ണ പൈപ്പ് ലൈൻ അങ്ങ് പൂട്ടും എന്ന് പറഞ്ഞു. കാരണം ഇനി എണ്ണ പൈപ്പ് ലൈൻ പോകുന്ന യൂറോപ്പിലേക്കാണ്, യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ എണ്ണ പൈപ്പ് ലൈനിൽ നിന്നുള്ള എണ്ണ എടുക്കുന്ന 2 വൻകിട അമേരിക്കൻ കമ്പനികളുമാണ്. അപ്പൊ ഇതങ്ങ് ഞാൻ പൂട്ടും, പണി തീർക്കും എന്ന് പുടിൻ ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയത്. അപ്പൊ കസാക്കിസ്ഥാനുമുണ്ട്, ഇതിനിടയിൽ കിർഗിസ്ഥാൻ, അങ്ങനെ അനവധി രാജ്യങ്ങളുണ്ട്. അതായത് പഴയ ചെച്ചനിയ, ഒരുപാട് രാജ്യങ്ങൾ USSR നിന്ന് പിരിഞ്ഞുപോയ രാജ്യങ്ങളുണ്ട്. ഇപ്പോ ഇടക്കാലത്ത് ഈ പറയുന്ന റഷ്യക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭരണപരിഷ്കാരങ്ങൾ, ഗോർബച്ചേവിന്റെ കാലത്തും മറ്റുമുണ്ടായ ഗ്ലാസ്നോസ്റ്റും പെരസ്കോയിക്കും തുടങ്ങിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് അവരുടെ സാമ്പത്തിക രംഗം വളരെ താറുമാറാകുകയും തകർന്നു പോവുകയും ചെയ്തു. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അവർക്കൊട്ട് കഴിഞ്ഞതുമില്ല. കാരണം ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിരന്തരമായ ഉപരോധങ്ങളും മറ്റുമൊക്കെ കൊണ്ട് സാമ്പത്തികമായി വലിയ രീതിയിൽ അവർ തകർന്നു. പക്ഷെ ടെക്നോളജി അവർക്ക് തകരുന്നില്ല. കാരണം സാമ്പത്തികം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് എല്ലാത്തിനും കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ പൈസ ഇല്ല എന്നൊരു കുഴപ്പമാണ്. എന്നാൽ വലിയ ദരിദ്രമായ നിലയിലും അല്ല ഇവര്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്കൊരു ബാക്കപ്പ് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. തുടക്കം മുതൽ തന്നെ ഇന്ത്യ ആയിരുന്നു ഇവരുടെ ആയുധങ്ങളുടെ ഒരു 60% വാങ്ങിക്കൊണ്ട് ഇവരുടെ പുറകിൽ ഉറച്ച് നിന്നിരുന്നൊരു രാജ്യം ഇന്ത്യയാണ്. ഇന്നും ഇന്ത്യ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇന്ത്യയെ ഒരു അപകടപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരുടെ രക്ഷയ്ക്ക് എത്തേണ്ട ഒരു ഉത്തരവാദിത്തം റഷ്യക്കുണ്ട് എന്ന് റഷ്യക്കാരും റഷ്യയും വിശ്വസിക്കുന്നു. ഇത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. 1971 യുദ്ധസമയത്ത് നമ്മൾ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്തുള്ളത് അസർബൈജാൻ ഒരു തവണയെ പിന്തുണ പ്രഖ്യാപിച്ചുള്ളൂ. പിന്നെ കൂടുതലൊന്നും അസർബൈജാന്റെ ഭാഗത്തൊന്നും നമ്മൾ കേട്ടില്ല. ചൈനയെ അടക്കി നിർത്തുന്നതിന് പിന്നിലും റഷ്യ ആയിരുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. 1971 അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഈ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഈ ചെന്നൈ റൂട്ട്, ആ റൂട്ടിന് പിന്നിലും ചൈന ഉടക്കുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയും തടയിട്ടത് റഷ്യയാണ്. കാരണം ഇന്ത്യയെ അവർക്ക് പിന്തള്ളിക്കൊണ്ട് പോകാൻ കഴിയില്ല. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെന്ന് ചോദിച്ചാൽ ചൈനയുടെ ഒപ്പം അല്ലേ റഷ്യ നിൽക്കും? അതെനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിസം വെച്ചിട്ട് പറയുന്നതാണ്. കമ്മ്യൂണിസമൊക്കെ റഷ്യ പോയിട്ട് ഒരുപാട് നാളുകളായി. ഇല്ല, ഇന്ത്യക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയാണ്. ചൈന അങ്ങനല്ല. ചൈനയുമായിട്ട് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ചൈനയിൽ നിന്നും ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്ക് മുമ്പാണ് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചതിന് ഒരു റഷ്യൻ ഉദ്യോഗസ്ഥനെ പിടിച്ചത്, ചൈനയിലേക്ക് രഹസ്യം. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതിർത്തി ഇഷ്യൂസ് ഉള്ള, ഇന്ത്യയായിട്ട് അതിർത്തി ഒന്നും അവർക്കില്ല റഷ്യക്ക്.
അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം, ഇവിടെയാണ് ഈ യുറേഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രാധാന്യം. ഇന്ത്യ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത രാജ്യങ്ങളുടെ ഒരു എണ്ണവും പേരും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം. ആസിയാൻ രാജ്യങ്ങൾ, ആഫ്രിക്കയിലുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ. അപ്പൊ എല്ലാവരും ചോദിച്ചു, ഈ ഘാന പോലുള്ള രാജ്യത്ത്, അല്ലെ നൈജീരിയ പോലെ രാജ്യത്ത്, നമീബിയ പോലെ രാജ്യത്ത് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ, അതായത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ 100 ഉടുപ്പ് ഇല്ലെങ്കിൽ തുണി, പിന്നെ ചെരുപ്പ് കയറ്റി വിട്ടുകൊണ്ടിരുന്നു. ആ രാജ്യത്തേക്ക് നമുക്ക് കയറ്റി വിടാൻ കഴിയില്ല എങ്കിൽ ഈ 100 എണ്ണവും വേറൊരു രാജ്യത്തേക്ക് നമുക്ക് അയക്കാൻ കഴിയില്ല. കാരണം അതെടുക്കാൻ കപ്പാസിറ്റി ഉള്ള രാജ്യമില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ 2 ചെരുപ്പ് വെച്ചോ, ഓരോ ചെരുപ്പ് വെച്ചോ ഓരോരുത്തർക്ക് കൊടുത്തെങ്കിലും ഈ 100 ചെരുപ്പും വിറ്റഴിക്കുക എന്നുള്ളൊരു തന്ത്രമാണ്. അതായത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കുക. കാരണം ഈ പറയുന്ന രാജ്യങ്ങളൊന്നും വലിയ സമ്പന്നരല്ല, പക്ഷെ ഇവരുടെ കയ്യിലൊക്കെ ഒരു വലിയ ഇന്ത്യക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതാണ് മുമ്പ് നരേന്ദ്രമോദി, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വലിയ പ്രസ്താവന ഉണ്ടായിരുന്നു. അതിപ്പോഴും ചിന്തിക്കേണ്ടതായ ഒരു വലിയ വിഷയം തന്നെയാണ്. അതായത് നമ്മുടെ കയ്യിൽ എന്താണോ കൂടുതലുള്ളത് അത് ഇല്ലാത്തവന് നൽകുക, ഇല്ലാത്തവന്റെ കയ്യിൽ എന്താണോ കൂടുതലുള്ളത് അത് നമുക്ക് നൽകുക. അങ്ങനെ ലോകം മുഴുവൻ ഒരു ഫ്രീ ട്രേഡിങ്ങിലേക്ക് പോയാൽ ഈ ലോകം എത്ര സുന്ദരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പഴയ നമ്മുടെ ബാർട്ടർ സമ്പ്രദായം പോലത്തെ ഒരു കാര്യമാണ്. അദ്ദേഹം ഈ നൈജീരിയയിലും നമീബിയയിലും ഘാനയിലും ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ റയർ മെറ്റൽസിന്റെ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള എണ്ണ സമ്പത്തിന്റെ രാജ്യങ്ങളാണ്. പക്ഷെ അവരുടെ പക്കൽ നമ്മളുടെ ഈ തുണിത്തരങ്ങളോ ഇല്ലെങ്കിൽ നമ്മളുടെ ജുവലേഴ്സോ ഒന്നും വാങ്ങാനുള്ള പണം അവർക്കില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഒരു വലിയ രീതിയിലുള്ള എണ്ണയുണ്ട്. ഈ എണ്ണയ്ക്ക് പകരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണ്, നമുക്ക് ചുരുങ്ങിയ അളവിൽ എണ്ണ ലഭിക്കുകയും ചെയ്യും. ഇവിടെ റഷ്യയുടെ 5% ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്നിട്ട് നമുക്ക് സാധാരണപ്പെട്ടവന് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയോ എന്ന് ചോദിച്ചു. എന്തോ ഒരു പൊട്ടന്മാരാണ് ഈ നാട്ടിലുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും ഈ 106 രൂപയ്ക്ക് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് പെട്രോൾ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ആദ്യം ചിന്തിക്കണം. തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെല്ലാം പെട്രോളിന് 250, 300, 500 രൂപയാകുമ്പോൾ ഇന്ത്യയിൽ ഈ വില എന്തുകൊണ്ട് സ്ഥിരമായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ റഷ്യ തരുന്ന ഡിസ്കൗണ്ടും മറ്റു രാജ്യങ്ങൾ തരുന്ന ഡിസ്കൗണ്ടും ഒക്കെ കൊണ്ട് ക്രൂഡ് ഓയിൽ എടുക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ അവിടുന്ന് 5% ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നാളെ കേരളത്തിലെ പെട്രോളിന് അതിലൊരു പ്രശ്നമുണ്ട്. 106 ഗുജറാത്തിലെ 94, ഉത്തർപ്രദേശിൽ 94 ഉള്ളൂ. ഇവിടെയാണ് 106, കേരളത്തിലാണ് 106. ഇവിടെ യഥാർത്ഥത്തിൽ 94 രൂപയേ ഉള്ളൂ പെട്രോളിന്. 94 ഉള്ളൂ, കേരളത്തിൽ 106. അപ്പൊ ഇവരുടെ ധാരണ റഷ്യ 5% കുറയ്ക്കുന്നു. അപ്പൊ നാളെ മുതൽ പെട്രോളിന് ഇവിടെ ഈ 106 എന്നുള്ളത് 101 ആക്കിക്കൂടെ എന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ശരിയാ 106. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിന് വിലയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ബാക്കി ഉള്ളിടത്തൊക്കെ 94, 96 ഒക്കെയാണ് ഉള്ളത്. അത് മറ്റൊരു കാര്യം. അതാണ് നമ്മുടെ ആളുകൾ, അതായത് കാര്യങ്ങൾ അറിയാം, പക്ഷെ അതങ്ങോട്ട് അംഗീകരിക്കില്ല. ഈ ആടിനെ പട്ടിയാക്കാനുള്ള ശ്രമമാണ്. കാലമൊക്കെ പോയില്ലേ? കൊച്ചു കുട്ടികൾക്ക് പോലും ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രേഡിങ്ങിന് ഇന്ത്യ നേരത്തെ തന്നെ തുടക്കം കുറിച്ചിരുന്നു. ഇപ്പൊ ബ്രസീലിൽ നിന്ന് നമ്മൾ എണ്ണ വളരെയധികം ഇറക്കുന്നുണ്ട്. 1,70,000 ബാരലാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പം ഇവിടുത്തെ ആളുകൾ ചോദിക്കും പെട്രോളിന് വില കുറയോ എന്ന് വെച്ചാൽ ഈ വില തന്നെയാണ്, അന്താരാഷ്ട്ര വിലക്കനുസരിച്ച് തന്നെയാണ് ഇവിടെ പെട്രോളിയം കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നത്. ഇതിപ്പം 1 രൂപ കൂട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള അനവധി കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, കാരണം ഇതിൻ്റെത് ഈ അന്താരാഷ്ട്ര വിലയനുസരിച്ചിട്ടാണ് ക്രൂഡ് ഓയിലിന്റെ വില വരുന്നത്. ആ വിലയെ ആസ്പദമാക്കി തന്നെയാണ് എണ്ണ കമ്പനികൾ അത് ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളുടെ വില എന്തായാലും കൂടും. സാധാരണ പഴയ വെളിച്ചെണ്ണയുടെ വിലയാണോ ഇപ്പോൾ? അല്ല. ഒരു 3-4 മാസം മുമ്പ് വെളിച്ചെണ്ണയ്ക്ക് എന്തായിരുന്നു വില? ഇപ്പോഴെന്താണ് വില? അപ്പൊ സ്വാഭാവികമായും അവർക്ക് അതിന്റെ ഉൽപാദനത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ ലഭ്യത കുറവൊക്കെ കൊണ്ടായിരിക്കാം ആ വില കൂടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പെട്രോൾ ആയാലും ഇതായാലും ഒക്കെ. അല്ലാതെ ഒരിടത്തുനിന്നും വാങ്ങി ഇവിടെ കൊണ്ട് ഫ്രീ കൊടുക്കാൻ ഒരു രാജ്യവും തയ്യാറായാലും ഒരു രാജ്യം ചെയ്യില്ല. അങ്ങനെയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ റഷ്യയിൽ പോകുകയും അവിടെ റഷ്യയെടുത്ത് നമ്മൾ പറഞ്ഞത്, ഇന്ത്യയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി, നിങ്ങളുടെ പക്കൽ നിന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സാധനം മേടിക്കുന്നത്, പക്ഷെ ഞങ്ങൾക്കും നിങ്ങൾ കുറെ വിപണി തുറന്നു തരണം, കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റഷ്യ ആഹ്വാനം നൽകുകയായിരുന്നു റഷ്യയിലെ ഈ ബിസിനസ് ഗ്രൂപ്പിന്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങും, അത് കൂടുതലായി ശേഖരിക്കാൻ ആരംഭിക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫാർമ മേഖലയിലും ക്ലോത്തിങ് തുണി വ്യവസായത്തിനും ഏറ്റവും വലിയ മേൽക്കൈ എന്നാണ്. കാരണം നമ്മൾ ഈ അമേരിക്കയുമായിട്ട് ട്രേഡിങ് നിന്ന് പോയാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല നമ്മുടെ ഫാർമ മേഖലയാണ്. മറ്റൊന്ന് നമ്മുടെ തുണി മേഖലയാണ്. അത് ധനുഷിൻ്റെ അടുത്ത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, ഈ ഫാർമ നിന്ന് പോയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. എന്തായാലും ഫാർമയ്ക്ക് വലിയൊരു മേഖല ഇപ്പോൾ റഷ്യ തുറന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അവരും ഒരു വലിയ മേഖല തന്നെയാണെങ്കിലും ഇന്ത്യൻ മെഡിസിൻസിനും ഒപ്പം തന്നെ തുണിക്കും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ റഷ്യയുടെ മേൽനോട്ടത്തിൽ തന്നെ റഷ്യക്ക് ഇപ്പൊ ഒരു പുതു ഊർജം കിട്ടിയതുപോലെ തന്നെയാണ്. കാരണം വെച്ചാൽ അവരോടൊപ്പം തന്നെ ചൈനയും ഇന്ത്യയും പോലെയുള്ള വലിയ വിപണിയും വലിയ സാമ്പത്തികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വികസ്വര രാജ്യങ്ങൾ രണ്ടെണ്ണം കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി റഷ്യക്ക് പറയാൻ പറ്റും, അർമേനിയയോടായാലും, അർമേനിയ ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ആയുധങ്ങൾ വാങ്ങുന്നത്, അർമേനിയയുടെ ആയാലും ഇല്ല കസാഖിസ്ഥാനോടായാലും പറയാൻ പറ്റും, നിങ്ങൾ അവരുമായിട്ട് ട്രേഡിംഗ് നടത്തുക, അവര് ഫ്രീ ട്രേഡിങ്ങിന് റെഡി ആകുകയാണ്. ഫ്രീ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഇന്നലെ ഫ്രാൻസിന്റെ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിച്ചത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഫ്രാൻസുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ഒപ്പം തന്നെ ഈ മറ്റ് ചെറിയ ഗ്രീസ് നമ്മുടെ പിനാക മിസൈൽ ഉൾപ്പെടെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം ചെറിയ നമ്മളിപ്പോൾ ഈ യൂറോപ്പ് എന്ന് പറയുമ്പം ഈ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും അതിസമ്പന്നമായ രാജ്യങ്ങളല്ല എന്ന് നമ്മൾ ആദ്യം കരുതണം. കാരണം അതിൽ പാവപ്പെട്ടവരും ഉണ്ട്, വളരെ ദരിദ്രനാരായണന്മാരും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ഈ യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇതിൽ കിടക്കാത്ത പാവങ്ങളുണ്ട് അതിൽ. ആ രാജ്യങ്ങളുമായിട്ടൊക്കെ ഒരു ഫ്രീ ട്രേഡിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും നമുക്കും വലിയ ഗുണകരമായ ഒരു അവസ്ഥ. കാരണം ഇന്ത്യ പോലൊരു വലിയ വിപണിയിലേക്ക് അവർക്ക് ഇപ്പൊ സൈപ്രസ് ആയാലും ബലാറസ് ആയാലും അല്ലെങ്കിൽ കസാഖിസ്ഥാൻ ആയാലും നൈജീരിയ, അമീബ തുടങ്ങിയ രാജ്യങ്ങൾ, അതുപോലെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു വലിയ വിപണിയാണ് തുറന്നു കിട്ടുന്നത്. അവരെ സംബന്ധിച്ചൊരു വലിയ ലോട്ടറിയാണ്. കാരണം ഇന്ത്യ പോലുള്ളിടത്ത്, കാരണം അവരുടെ കയ്യിലൊന്നും ഒരു വലിയ ഉൽപ്പന്നമൊന്നും ഇല്ല കൊണ്ട് വിറ്റഴിക്കാനായിട്ട്. അപ്പം ഇപ്പൊ ചൈനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില വ്യാപാരം തുറന്നു കൊടുത്തിരിക്കും. ഇന്നലെ ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. പരസ്യമായി തന്നെ ചൈന പറയുന്ന കാര്യം, ഈ താരിഫ് യുദ്ധത്തിൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ്, ഇന്ത്യയും ചൈനയും ഈ ലോകത്ത് വളർന്നു വരുന്ന ഏഷ്യയിലെ രണ്ട് ഇരട്ട എഞ്ചിനുകളാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, വിപണി ഞങ്ങൾ പരസ്പരം തുറക്കുന്നു. ഇന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ഞാനിവിടെ ഇരിക്കുന്നതിന് തൊട്ടുമുമ്പ് ചൈനയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് വിപണി തുറന്നു നൽകുമെന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിലവിൽ ഇലക്ട്രോണിക്സ് പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ, അപ്പൊ നമുക്ക് കൂടുതൽ ആയിട്ട് എന്താണോ ഉത്പാദിപ്പിക്കുന്നത് അത് അങ്ങോട്ടും, അവിടെ എന്താണോ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഇങ്ങോട്ടും ട്രേഡ് ചെയ്തുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോവുക എന്നുള്ളത്. ഒപ്പം തന്നെ ഈ വൈവിധ്യമാർന്ന ബന്ധങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് ഇപ്പൊ ഇന്ത്യക്ക് തായ്വാനുമായിട്ട് ട്രേഡിംഗ് ഉണ്ട്, അത് നിർത്തില്ല എന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും മുൻപോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ പലരും പല ട്രേഡിങ്, ഇപ്പൊ റഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻസ് എണ്ണ വാങ്ങുന്നില്ലേ, വലിയ രീതിയിൽ തന്നെ എണ്ണ വാങ്ങുന്നുണ്ട്. ഈ താരിഫൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ അമേരിക്കയുടെ പക്കൽ നിന്ന് നല്ല രീതിയിൽ എണ്ണ വാങ്ങുന്നുണ്ടെന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അമേരിക്കയുടെ പക്കൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്. മുമ്പ് അമേരിക്ക പറഞ്ഞു ഈ ലോകത്തെ എണ്ണവില നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഇടപെടണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് ബൈഡന്റെ ഭരണകാലത്ത്. ഇപ്പൊ ട്രംപ് വന്നപ്പോൾ മാറ്റി പറഞ്ഞു. ഇങ്ങനെ അമേരിക്ക പറയുന്നതനുസരിച്ച് തുള്ളാൻ നിൽക്കുന്ന ഒരു രാജ്യമല്ലല്ലോ നമ്മുടേത്. പക്ഷെ ഏതായാലും ലോകക്രമം തന്നെ മാറി മറിയുകയാണ്. ഒരു വലിയ ഐക്യം, അതായത് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ മുൻപോട്ട് നീങ്ങുന്ന ആ നീക്കത്തിന് റഷ്യയുടെയും ചൈനയുടെയും കൂടി പിന്തുണ വരുമ്പോൾ അതൊരു ഭാവിയിൽ ഈ ട്രംപ് ഭയക്കുന്നത് പോലെ തന്നെ ഡോളറിന് ബദലായിട്ട് ഒരു സംഭവം ഉരുത്തിരിഞ്ഞു വരാനും, ഒപ്പം തന്നെ അമേരിക്കയ്ക്ക് പലയിടത്തും കടന്നു കയറാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കും അത് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ പല വിദഗ്ധരും ആ രീതിയിൽ പറയുന്നത്. ഏതായാലും ഇനി നമുക്ക് ബാക്കിയിരുന്ന് കാണാം ട്രംപിന്റെ കളി. അതായത് അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്കൊന്നും ഒരുക്കമല്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഇന്ത്യക്ക് മേലാണ് ഇപ്പൊ എല്ലാ ആരോപണങ്ങളും. ഇന്ത്യ വിചാരിച്ചാൽ യുദ്ധം തീർക്കാൻ കഴിയും, ഇന്ത്യയാണ് യുദ്ധത്തിന്റെ കാരണം, ഇന്ത്യ എണ്ണ മേടിക്കുന്നതുകൊണ്ടാണ് റഷ്യ ഈ പണി മുഴുവൻ നടത്തുന്നത്, അതുകൊണ്ടാണ് ഞങ്ങള് 50% താരിഫ്. എന്നാൽ ചൈനയുടെ മുകളിൽ താരിഫ് ഈടാക്കാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പൊ എന്നിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ചൈനയുമായിട്ട്, കാരണം ചൈനയുടെ ഉൽപ്പന്നങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ പണി എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് താരിഫ് കൊടുത്താൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സായിപ്പ് മേടിക്കുന്ന 100 സാധനങ്ങളിൽ 44 ചൈനയുടേതാണ്. നാളെ ഈ ചൈനയുടെ സാധനങ്ങൾക്ക് 44 ഈ ടൈപ്പ് ഇല്ലെങ്കിൽ ഈ സാധനങ്ങൾക്കെല്ലാം വലിയ താരിഫ് കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ട്രംപിനെ പഞ്ഞിക്കിടും. കാരണം അമേരിക്കക്കാർ വാങ്ങുന്ന കൂടുതൽ സാധനം ചൈനയുടെ, ഇന്ത്യയുടെ അല്ല. അപ്പം സ്വാഭാവികമായി അവർക്ക് താരിഫ് കൊടുത്താൽ പണി കിട്ടുക അമേരിക്കയ്ക്ക് തന്നെയാണെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ചെയ്യുക. അത് ചൈനയ്ക്കും നന്നായിട്ട് അറിയാം. കാരണം ഒറ്റയടിക്കൊന്നും ഈ സാധനം നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി ഉൽപാദനം മുമ്പോട്ട് കൊണ്ടുപോയില്ല. കാരണം ചൈന ഒരു ഉൽപാദക രാജ്യമാണ്. അപ്പോ ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കച്ചവടം ഉള്ളതും അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ബലം പിടി ചൈനയുടെ അടുത്ത് ഒരു ചുക്കും നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ അടുത്ത് നടക്കുന്നില്ല, കാരണം നമ്മളുമായിട്ട് അവർക്ക് വലിയ ട്രേഡിംഗ് ഒന്നും ഇല്ല, എന്നിട്ട് പോലും നടക്കുന്നില്ല. അപ്പൊ ചൈന ചൈനയിൽ നിന്നാണ് അവർ ഇതിനിടയില് അമേരിക്കയ്ക്ക് ഒരു വമ്പൻ പണി കൊടുക്കും, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കണം. അതായത് ഈ ചൈന പല ആൾക്കാരും ഇത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സോയാബീൻ ലോബി അമേരിക്ക കൈയാളുന്ന ഒരു വമ്പൻ ലോബിയാണ് സോയാബീൻ. ആ സോയാബീൻ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ട്രംപ് വലിയ ബഹളമായിരുന്നല്ലോ. ഈ സോയാബീൻ എന്ന് പറയുന്ന ഒരു സാധനം
ഈ ഒബാമയുടെ കാലത്താണ് വലിയൊരു സോയാബീൻ ലോബി ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ആഗോള സോയാബീൻ വിപണിയിൽ ഒരു പ്രധാന കളിക്കാരനാണ് ഈ അമേരിക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ മുൻനിര ഉൽപാദകരും മുൻനിര കയറ്റുമതിക്കാരുമായി ഇവർ റാങ്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോ ഈ സോയാബീൻ ചൈന ഇപ്പൊ മേടിക്കുന്നുണ്ട്. ചൈന നിർത്തി, ഇന്നലെ മെനിയാന്നാണ് ചൈന നിർത്തിയത്. ചൈന പറഞ്ഞത് ഞങ്ങൾ ബ്രസീലിന്റെ കയ്യിൽ നിന്നാണ് ഇനി സോയാബീൻ മേടിക്കാൻ പോകുന്നത്. അമേരിക്ക വലിയ തിരിച്ചടിയാണ്. ഇത് പലരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു വാർത്തയാണ്. ഒന്നാമത് അമേരിക്ക കടം കയറി മൂടിഞ്ഞിരിക്കുകയാണ്. $37 ട്രില്യൺ കടം. അതിന്റെ ഇടയിൽ ഇത് നിർത്തി. ഇപ്പൊ US-ന്റെ സോയാബീൻ അവിടെ ഒരു പ്രധാന വിളയാണ്. US-ന്റെ എണ്ണക്കുരു ഉൽപാദനത്തിന്റെ 90%-ലധികവും ഈ കയറ്റുമതി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പോരാത്തതിന് ആഭ്യന്തര ഉപഭോഗത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഇത് നിർണായകമാണ്. പക്ഷെ ഇതില് ഇപ്പോ അമേരിക്ക ഉറ്റുനോക്കുന്ന എന്താ അറിയോ? ഈ ബ്രസീല് ബ്രിക്സിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. ആ ബ്രസീലിന്റെ കയ്യിൽ നിന്നാണ് സോയാബീൻ വാങ്ങിക്കാനായിട്ട് ഇപ്പോ അമേരിക്ക അല്ല ചൈന പോകുന്നത്. ഇപ്പൊ ചൈന ഇതിൽ യുവാൻ കൊടുക്കുവോ, അതോ ഇന്ത്യ സോയ എണ്ണയ്ക്ക് ചൈന കൊടുക്കുന്ന കറൻസി കൊടുക്കുവോ, അല്ല ഇനി ബ്രിക്സ് കറൻസി ആയിരിക്കുമോ ഇതിൽ ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് അമേരിക്കയുടെ അടുത്ത നോട്ടം എന്ന് പറയുന്നത്. ബ്രിക്സ് കറൻസി ആണെങ്കിൽ എന്റെ പൊന്നു വീഴ്ചോട്ടാ തീർന്ന്, ട്രംപ് പിന്നെ പോയി തൂങ്ങിച്ചെത്താ മതി എന്ന് പറഞ്ഞാണ് കമന്റുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഈ 50%, 27 മുതൽ ഇപ്പൊ 50% ആകും ഇന്ത്യക്ക് മുകളിലുള്ള താരിഫ്. ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുടെ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് കുറച്ചാൽ പോലും അത് അവരെ അമേരിക്ക ബാധിക്കും. കാരണം നമുക്കിപ്പോ അവരുമായിട്ട് വലിയ എന്താ പറയുന്നത്, ഇപ്പൊ നമ്മളെ ഒരുപാട് പേരെ ഉപരോധിച്ചൊരു രാജ്യമാണ് അവര്. അല്ല, ഇപ്പൊ നാളെ അവരൊരു ഉപരോധം പ്രഖ്യാപിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ആർക്കും ഭയമില്ല. കാരണം ഈ അമേരിക്ക എല്ലാവരെയും വരട്ടെ. നമ്മൾ എന്താ ഒരു പഴഞ്ചൊല്ല് പറയില്ല, പുലി വരുന്നേ പുലി എന്ന് പറയുമ്പോൾ ഇവര് പുലി വരുന്നേ വരുമെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ ഇവർ വരട്ടിയിട്ടുണ്ട്. പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ വീണ്ടും വീണ്ടും ഇത് ചെയ്യുമ്പോൾ അതിൽ ഒരു പുതുമയുമില്ല. നേരെ മറിച്ച് നാളെ റഷ്യ ഇന്ത്യക്കെതിരെ ഒരു ഉപരോധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ വാർത്തയാണ്. അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ വാർത്തയല്ല. കാരണം ഇന്ത്യൻ ജനത 98-ൽ കേട്ടിട്ടുണ്ട്, 71-ൽ നമുക്ക് പണി തന്നു അറിയാം, 65-ൽ നമുക്ക് പണി തന്നു അറിയാം, 2018-ൽ നമ്മൾ S-400 മേടിക്കാൻ പോയപ്പോൾ പണി തന്നു അറിയാം. അങ്ങനെ നമുക്ക് പണി തരാത്ത ഒരു വർഷവും അമേരിക്ക ഇല്ല. അപ്പൊ പിന്നെ അതൊരു പുതുമയല്ല അവർ പണി തന്നു എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പൊ ഈ സോയാബീൻ്റെ തന്നെ വലിയൊരു വാർത്തയാണ്. അതായത് അമേരിക്കയായിട്ടുള്ള ഒരു വലിയ ട്രേഡിങ് അവർ നിർത്തുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ടാണ് ഈ താരിഫ് ചുമത്താതെ പേടിച്ച് നിൽക്കുന്നത്. ഇവർ ഇത്രയും വലിയ വില്ലന്മാരാണെങ്കിൽ ആദ്യം ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കല്ലേ ഇവർ നിർത്തേണ്ടത്. അതിനുള്ള ആംബിയർ ട്രംപിനും ഇല്ല, അമേരിക്കയ്ക്കും ഇല്ല. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ബഹുഭൂരിപക്ഷവും അമേരിക്കയിൽ വിറ്റഴിക്കുന്നത്. 73% ചൈനയുടെ കയറ്റുമതി അമേരിക്കയിലേക്കാണ്. ഒരു 100 സായിപ്പന്മാർ പോയിട്ടില്ല, അമേരിക്കക്കാരന്മാർ പോയിട്ട് ഒരു കടയിൽ ഒരു സാധനം പർച്ചേസ് ചെയ്ത്, ഒരു AC, 100 പേര് ഒരു AC വാങ്ങിച്ചാൽ അതിൽ 44 പേരും ചൈനയുടെ AC ആണ് വാങ്ങുന്നത്. എന്താണ്? വിലക്കുറവ് ഉള്ളത് കൊണ്ടാണ്. നാളെ ചൈനയ്ക്ക് താരിഫ് അടിച്ചു കൊടുത്താൽ അവിടെ ഉള്ളവർ തന്നെ പറയും, ഈ 44% പേര് പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഈ 44 പേര് പ്രശ്നം ഉണ്ടാക്കത്തില്ലേ, ഞങ്ങൾക്ക് കുറഞ്ഞ ചിലവ് AC കിട്ടിക്കൊണ്ടിരുന്ന ഇല്ലാതാക്കിയല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. അല്ലാതെ അത് ചിലരൊക്കെ ട്രംപിന്റെ ബുദ്ധിപൂർവ്വം നീക്കം എന്നുള്ളതല്ല, പേടിച്ചിട്ട് തന്നെയാണ്, ചൈനയെ പേടിച്ച് വിറച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. നാളെ ഇന്ത്യ ഇത് മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകുന്നതിലും ട്രംപിന് വലിയ ക്ഷീണമുണ്ട്. കാരണം ഇത് രാജ്യം കാരണം ഈ ലോകത്തിലെ 2 വലിയ വിപണിയാണ് ചൈനയും ഇന്ത്യയും. ഇന്ത്യ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപണി. അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ ട്രംപ് എവിടെ കൊണ്ടുവച്ച് കച്ചവടം ചെയ്യുന്നു? അമേരിക്ക അല്ലെ, ചന്ദ്രനെ കൊണ്ടുവച്ച് കച്ചവടം ചെയ്യാൻ പറ്റൂ? അതായത് ലോകത്ത് ഏതാണ് വലിയ വിപണി എന്ന് ആദ്യം നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറെ വിപണികളില്ല ഈ കൊണ്ടുവന്ന് ചരക്കിറക്കി കൊടുക്കാൻ. ഇപ്പം പഴയതുപോലെ അമേരിക്കയുടെ ആയുധങ്ങൾ പോലും വാങ്ങാൻ വലിയ രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. അവരൊക്കെ പലരും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു ധാർഷ്ട്യം കൊണ്ട് എത്ര നാൾ മുമ്പോട്ട് പോകും എന്നറിയില്ല. ഒരുപക്ഷെ 2028 വരെയുള്ള ഒരു പ്രസിഡന്റിന്റെ താളത്തിനൊപ്പം തുള്ളുന്ന ഒരു നയം ഇന്ത്യക്ക് സ്വീകരിക്കാനും കഴിയില്ല. കാരണം അവിടെ എന്താണ് സംഭവിക്കുക പിന്നീടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പം കാത്തിരുന്ന് കാണുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഏതായാലും ട്രംപിനെ പൂഴ്ത്തുന്നവർക്കും ഇല്ലെങ്കിൽ ട്രംപിന് കീജയ് വിളിക്കുന്നവർക്കും ഒക്കെ കുറെ ദിവസമായിട്ടൊരു അനക്കമില്ല. കാരണം പുടിൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഞാൻ മുമ്പോട്ട് വെച്ച ഡിമാൻഡിൽ നിന്ന് കടുകിട ഞാൻ പിന്നോട്ട് മാറില്ല, നാറ്റോയുടെ സുരക്ഷയോ വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. പിന്നെ സെലൻസ്കി ഇപ്പം നിലവിൽ പ്രസിഡന്റ് അല്ല, ആ ഒരു ഗ്യാപ്പ് ട്രംപ് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. പ്രസിഡന്റ് നിലവിൽ ലീഗലി പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ട് ട്രംപ് തന്നെ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകും എന്നുള്ള ഇതിലാണ്. റഷ്യ ഇപ്പോൾ കുറച്ചുകൂടെ നിലപാട് ഘടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.